ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടയം താലൂക്കിന്റെ ഭാഗമായി വരുന്ന കോട്ടയം നഗരത്തിൽ മഴ മാറി നിൽക്കുകയാണ്. അതേസമയത്ത് തന്നെ മലയോര മേഖലകളിൽ മഴ ഇപ്പോഴും കാര്യമായി തന്നെ പെയ്യുന്നുണ്ട്. ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്യുന്നത്. മാത്രമല്ല വൈക്കത്തും കുമരകത്തും ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്നത് കാറ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു 7 മണിയോട് കൂടി സമയത്ത് വലിയ രീതിയിലുള്ള കാറ്റ്, ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റാണ് കുമരകത്ത് വീശിയത്. ആ കാറ്റിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു ഓട്ടോറിക്ഷയും ബൈക്കും ദിശ തെറ്റി, ഈ കാറ്റിൽ ദിശ തെറ്റി പാടത്തേക്ക് മറിയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് കോട്ടയത്ത് ഇന്നലെ അനുഭവപ്പെട്ടത്. മാത്രമല്ല വലിയ രീതിയിലുള്ള പരസ്യ ബോർഡുകളൊക്കെ തന്നെ നിലം തെറ്റി വീണു. വീടിൻ്റെ മേൽക്കൂര പലയിടത്തും നിലം തെറ്റി വീണു. അത്തരത്തിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഈ പ്രത്യേകിച്ച് കുമരകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ കൂടി വലിയുള്ള ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കാറ്റിൻ്റെ കാര്യം, ഇന്നും വലിയ രീതിയിലുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടിയും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല, അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനത്തിന് വിലക്കുമുണ്ട്. രാത്രി യാത്ര, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്, പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ മേഖലകളാണ്. അത്തരത്തിലുള്ള ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്ക് രാത്രി യാത്രയും വരുന്ന 30-ാം തീയതി വരെ കളക്ടർ നിരോധിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഈ മഴയുമായി സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ നിലവിൽ മാറി നിൽക്കുകയാണ്. അതേസമയത്ത് തന്നെ മുന്നറിയിപ്പ് ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മീനച്ചിലാറിലും മണിമലയാറിലും ഒക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുമുണ്ട്. എങ്കിലും അതൊരു അപകടകരമായ രീതിയിലൊന്നും തന്നെ നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നത് കോട്ടയത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. പൂജ. ശരി, ഷിനോജാണ് വിവരങ്ങൾ. കോട്ടയത്തെ സാഹചര്യമൊക്കെ നമ്മളോട് പറഞ്ഞത്. കോട്ടയത്തെ ശക്തമായ കാറ്റിലൊക്കെയാണ് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കേട്ടല്ലോ, കുമരകത്തുണ്ടായ ശക്തമായ കാറ്റിൽ ഓട്ടോറിക്ഷയൊക്കെ പാടത്തേക്ക് മറിയുന്ന സാഹചര്യമുണ്ട്. ബൈക്കൊക്കെ നിയന്ത്രണം തെറ്റി, പരസ്യ ബോർഡുകളൊക്കെ വീടിന് മുകളിലേക്ക് വീണൊക്കെയാണ് അപകടമുണ്ടായത്. അപ്പോൾ